മറുഭാഷയിലടക്കം ഗംഭീര വിജയം നേടിയ ചിത്രമായിരുന്നു ദൃശ്യം. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. അതും പുറത്തിറങ്ങിയ ഭാഷകളിലെല്ലാം ഹിറ്റായിരുന്നു. മറ്റു ഭാഷകളിലേക്ക് ഇത്രയധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട മറ്റൊരു മലയാള ചിത്രം ഇല്ല എന്നു തന്നെ പറയാം. അതിനാൽ തന്നെ ദൃശ്യം 3 വരുന്നുവെന്ന പ്രഖ്യാപനം മറുഭാഷ പ്രേക്ഷകർക്കിടയിലും ചർച്ചയാണ്. ഇപ്പോഴത്തെ ദൃശ്യം 3യെക്കുറിച്ചുള്ള പുത്തൻ അപ്ഡേറ്റാണ് പുറത്തുവരുന്നത്. ജിത്തു ജോസഫ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു കപ്പ് കോഫിയുടെ ചിത്രമാണ് ജിത്തു ജോസഫ് പങ്കുവച്ചത്. അതിനൊപ്പമുള്ള പേപ്പറിലെ വാക്യങ്ങളാണ് ശ്രദ്ധേയമായത്. സീൻ 24 ജോർജ് കുട്ടിയുടെ വീട് എന്നായിരുന്നു ഈ പേപ്പറിൽ കുറിച്ചിരുന്നത്. ഇതോടെ ദൃശ്യം 3യുടെ തിരക്കഥയുടെ പണിപ്പുരയിലാണ് ജിത്തു ജോസഫ് എന്ന് വ്യക്തമായി. ഇതോടെ ജോർജ് കുട്ടിയുടെ കുടുംബവിശേഷങ്ങളുമായി ദൃശ്യം 3 ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ദൃശ്യം 1ഉം 2ഉം പ്രേക്ഷകരെ നിരാശരാക്കാത്തതുകൊണ്ട് തന്നെ ദൃശ്യം 3യിലും വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ വെച്ചു പുലർത്തുന്നത്. 2025 സെപ്റ്റംബറിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ 2026 ദൃശ്യം പുറത്തിറങ്ങുമെന്നാണ് വിവരം. അജയ് ദേവ്ഗൺ അഭിനയിച്ച ദൃശ്യത്തിന്റെ ഹിന്ദി പകർപ്പ് 2026 പുറത്തിറങ്ങുമെന്ന് നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെയാണ് ഹിന്ദിക്ക് മുൻപ് തന്നെ ദൃശ്യം 3 മലയാളത്തിൽ ഇറങ്ങുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ദൃശ്യത്തിന്റെ ഇന്ത്യൻ റീമേക്കുകളിൽ ഏറ്റവും അധികം തിയേറ്റർ കളക്ഷൻ നേടിയത് അജയ് ദേവ്ഗണിന്റെ ഹിന്ദി ഫ്രാഞ്ചൈസിയാണ്. ദൃശ്യം 2വിലും അജയ് ദേവ്ഗൺ നായകനായി തിയേറ്ററുകളിൽ എത്തുകയും വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു. മോഹൻലാലിന്റെ ദൃശ്യം 3 ബഹുഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാവും എത്തുകയെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. അങ്ങനെ വരുമ്പോൾ അജയ് ദേവ്ഗണിന്റെ ഹിന്ദി ദൃശ്യം 3യുടെ പ്രസക്തി എന്താവുമെന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാണ്. അഭിഷേക് പഥക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ദേവ്ഗണാവും നായകൻ. 2022 പുറത്തിറങ്ങിയ ദൃശ്യം 2വിന്റെ ഹിന്ദി റീമേക്കിന്റെ സംവിധാനവും അഭിഷേക് പഥക്കാണ് നിർവഹിച്ചത്. അഭിഷേക് പഥക്കും സഹരചയിതാക്കളും ചേർന്ന് ദൃശ്യം 3ാം ഭാഗത്തിന്റെ ആശയം ജിത്തു ജോസഫിന് മുന്നിൽ അവതരിപ്പിച്ചെന്ന് 2023 തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അഭിഷേക് പഥക് മുന്നിലേക്ക് വെച്ച ആശയം ജിത്തുവിന് ഇഷ്ടമായെന്നും ഇതിനെ മുൻനിർത്തി ജിത്തു ജോസഫ് ചിത്രത്തിന്റെ തിരക്കഥ രൂപപ്പെടുത്തുകയാണെന്നും നേരത്തെ സൂചനകളുണ്ടായിരുന്നു. പ്രതീക്ഷിക്കപ്പെടുന്നതുപോലെ പ്രൊജക്ട് യാഥാർത്ഥ്യമാവുന്ന പക്ഷം ഹിന്ദി മലയാളം പതിപ്പുകൾ ഒരുമിച്ച് ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് തീരുമാനമെന്നും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ തള്ളി ജിത്തു ജോസഫ് തന്നെ രംഗത്തെത്തി. ദൃശ്യത്തിന്റെ 3ാം ഭാഗത്തിനായി പുറത്തുനിന്ന് കഥ എടുക്കില്ലെന്നും കഥ കേട്ടെന്ന് പറയുന്നത് വാസ്തവമല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.